അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന യുവതി വിവാഹശേഷം 8-ാം മാസം പ്രസവിച്ച സംഭവത്തിൽ ഭർത്താവ് പോസ്കോ കേസിൽ കുടുങ്ങിയത് ഒരു യൂട്യൂബർക്കുണ്ടായ സംശയം കാരണമാണ്. പെൺകുട്ടി വളർന്ന അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയുടെ മകനാണ് പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. വിവാഹത്തിന് പിന്നാലെ കുടുംബത്തിന് താരപരിവേഷം കൈവന്നിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സമൂഹമാധ്യമങ്ങളിൽ ദമ്പതികളും ഭർത്താവിന്റെ അമ്മയും താരങ്ങളായി മാറിയിരുന്നു. മകൻ വിവാഹം കഴിച്ചതിന് പിന്നാലെ അമ്മയുടെ വിവാഹവും നടത്തിക്കൊടുത്തു. തങ്ങളുടെ വീട്ടുവിശേഷങ്ങളെല്ലാം സ്വന്തം ചാനലിലൂടെ ദമ്പതികൾ പങ്കുവച്ചതാണ് ഭർത്താവിന് വിനയായത്. പെൺകുട്ടി പ്രായപൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകനുമായി വിവാഹം നടത്തിയത്. എന്നാൽ പെൺകുട്ടി 7-ാം മാസം പ്രസവിച്ചു. ഇതോടെയാണ് വിവാഹത്തിന് മുൻപേ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന സംശയം ഉയർന്നത്. ഇത് സംബന്ധിച്ച പരാതി ശിശുക്ഷേമ സമിതിയുടെ മുന്നിൽ എത്തിയതോടെ പ്രായപൂർത്തിയാകും മുമ്പ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായി എന്ന് കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ പ്രസവമെടുത്ത ഡോക്ടറുടെ മൊഴിപ്രകാരമാണ് ഭർത്താവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 18 വയസ്സ് തികഞ്ഞ ഉടനെ അനാഥാലയം നടത്തുന്ന യുവതിയുടെ മകനും അന്തേവാസിയായ പെൺകുട്ടിയും തമ്മിൽ വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു. അനാഥയായ പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറായ യുവാവിൻ്റെയും കുടുംബത്തിൻ്റെയും നല്ല മനസ്സിനെ പുകഴ്ത്തിയായിരുന്നു സൈബർ ലോകത്ത് ഇവർ വൈറലായത്. വിവാഹശേഷവും ഇരുവരും ചേർന്നൊരു ചാനലും ആരംഭിച്ചു. കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന ചാനലിൽ പ്രസവശേഷം കുഞ്ഞിൻ്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു. വളർച്ച എത്താതെയാണ് കുഞ്ഞ് ജനിച്ചതെന്നും കുഞ്ഞിന് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളുണ്ടെന്നും കുടുംബം പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് പെൺകുട്ടിയുടെ ഭർത്തൃമാതാവായ അനാഥാലയ നടത്തിപ്പുകാരി വീണ്ടും വിവാഹിതയാകുന്നത്. മക്കളും മരുമക്കളും ചേർന്ന് അമ്മയെ വിവാഹം കഴിപ്പിച്ച വാർത്തയും വൈറലായിരുന്നു. ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ തോന്നിയ പൊരുത്തക്കേടുകളാണ് പോസ്കോ കേസിലേക്ക് എത്തിയത്. യുവതി പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാൽ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെപ്പോലെ ഉണ്ടെന്നും വിവാഹ തീയതിയും പ്രസവിച്ച തീയതിയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന ഒരു യൂട്യൂബറിന്റെ കണ്ടെത്തലിലാണ് കേസിലേക്ക് നയിച്ചത്. തുടർന്ന് ഇതേ സംശയം പലരും ഉന്നയിക്കുകയും ഒട്ടേറെ പരാതികൾ ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത്. കല്യാണം കഴിഞ്ഞ് 8-ാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെയാണെന്ന വിവരം ലഭിച്ചതോടെ ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചു. പ്രസവമെടുത്ത ഡോക്ടറുടെ മൊഴിപ്രകാരം പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെയാണ് യുവതി പ്രസവിച്ചത്. വിവാഹത്തിന് മുൻപ് തന്നെ യുവാവുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് യുവതി വെളിപ്പെടുത്തി കഴിഞ്ഞു. അനാമികയുടെ മൊഴിയെടുത്ത സാഹചര്യത്തിലാണ് അനാമിക ഇപ്രകാരം പറഞ്ഞത്. എന്നാൽ തങ്ങളുടെ വീട്ടുകാർക്കോ ഭർത്താവിനോ എതിരെ അനാമിക ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് സപ്പോർട്ടായിട്ടാണ് അനാമിക സംസാരിച്ചത്. കഴിഞ്ഞ നവംബറിൽ പ്രായപൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസം യുവാവുമായി ബന്ധപ്പെട്ടിരുന്നെന്നും അത് കഴിഞ്ഞ് 13-ാം ദിവസമായിരുന്നു വിവാഹമെന്നുമായിരുന്നു പെൺകുട്ടിയുടെ മൊഴി.